നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. നാനാജാതി മതസ്ഥർ ഒത്തൊരുമയോടെ ജീവിക്കുന്ന സ്നേഹഭൂമി. പ്രകൃതി കനിഞ്ഞരുളിയ പച്ചപ്പിൻ്റെ മനോഹാരിത തുളുമ്പുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽപ്പെട്ട മൂക്കുതല ഗ്രാമം. ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മഹിമ വിളിച്ചോതുന്ന ഈ നാട്ടിലെ ഒരു പ്രധാന തായ് വഴിയാണ് വിരളിപ്പുറത്തെ കുടുംബം. മൂക്കുതലയുടെ ഈ മണ്ണിലായിരുന്നു മഹ്റൂം മൊയ്തീൻ കുട്ടിയും അദ്ദേഹത്തിൻ്റെ പ്രിയതമയും താമസിച്ചിരുന്നത്. സ്നേഹവും ലാളിത്യവും നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ നിന്നാണ് ഈ വലിയ കുടുംബത്തിൻ്റെ തുടക്കം. കുഞ്ഞു, മമ്മി, മുഹമ്മദ് കുട്ടി, ആമിനു എന്നീ 4 മക്കളിലൂടെ പടർന്നു പന്തലിച്ച വിരളിപ്പുറത്തെ സന്താന പരമ്പരകൾ ഇന്ന് നാടിൻ്റെ പല ദിക്കുകളിലായി പടർന്നു കിടക്കുന്നു. ഒരു കാലത്ത് നാട്ടിലെ അറിയപ്പെട്ടിരുന്ന ജന്മി കുടുംബമായിരുന്നു ഇവർ. കൃഷിയായിരുന്നു ഈ തറവാടിൻ്റെ ജീവനാഡി. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന പുഞ്ചപ്പാടങ്ങളും കവുങ്ങിൻ തോപ്പുകളും തെങ്ങിൻ തോട്ടങ്ങളും ഇന്നും ഈ പ്രൗഢിക്ക് സാക്ഷ്യം വഹിക്കുന്നു. കാലം മാറി. മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി. ലോകം ഹൈടെക് ആയെങ്കിലും ഇന്നും ഇവർ മണ്ണുമായുള്ള ബന്ധം കൈവിട്ടിട്ടില്ല. ഇന്നും ജ്യേഷ്ഠാനുജന്മാർ ഒത്തുചേർന്ന് പുഞ്ചപ്പാടത്ത് കൃഷിയിറക്കുന്നു. കൃഷിയെയും പ്രകൃതിയെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ പാരമ്പര്യം തന്നെയാണ് വിരളിപ്പുറത്തെ കുടുംബത്തിൻ്റെ ഐശ്വര്യം. അകലങ്ങളിലായി പോയ കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കാൻ 2001 ഡിസംബർ 31 VM ഉണ്ണി സാഹിബ് പ്രസിഡന്റായും വി കമറുദ്ദീൻ സെക്രട്ടറിയായും രൂപം നൽകിയതാണ് വിരളിപ്പുറത്ത് കുടുംബസമിതി. അന്ന് തുടങ്ങിയ ആ കൂട്ടായ്മ ഇന്ന് സിൽവർ ജൂബിലി തിളക്കത്തിലാണ്. എല്ലാ വർഷവും ഡിസംബർ 25 എന്ന തീയതി ഇവർക്ക് കുടുംബത്തിനായുള്ള ഒത്തുചേരലിൻ്റെ ദിനമാണ്. അണുകുടുംബങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും മാഹാത്മ്യം വിളിച്ചോതുകയാണ് ഈ കുടുംബ സംഗമം. നേരിട്ടെത്താൻ കഴിയാത്തവർ പോലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഈ ആവേശത്തിൽ പങ്കുചേരുന്നു. സമീപ പ്രദേശങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ഇത്രയേറെ ജനപങ്കാളിത്തത്തോടെ നടത്തിപ്പോരുന്ന ഈ കുടുംബ സംഗമം വരും തലമുറകൾക്ക് പകർന്നു നൽകുന്നത് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ്. സംഗമവേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആവേശം വാനോളം ഉയരുകയാണ്. കുടുംബത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയായ റിപ്പോർട്ട് അവതരണം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബാംഗങ്ങൾ മാത്രം പങ്കുവെക്കേണ്ട വൈകാരികവും ആത്മീയവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാലും ഈ സംഗമത്തിൻ്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടും പ്രസംഗത്തിൻ്റെ ശബ്ദം ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്യുകയാണ്. എന്നാൽ ആ ഗൗരവമേറിയ ചർച്ചകളും റിപ്പോർട്ടും സശ്രദ്ധം വീക്ഷിക്കുന്ന 500-ലധികം കുടുംബാംഗങ്ങളെ നമുക്ക് സദസ്സിൽ കാണാം. കുടുംബത്തിലെ സ്ത്രീജനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഏറെ ചിട്ടയോടുകൂടിയതാണ്. ഓരോ പുതിയ അംഗവും എത്തുമ്പോൾ വിരളിപ്പുറത്തെ ഈ വലിയ കുടുംബസംഗമത്തിൻ്റെ ആവേശം ഇരട്ടിയാകുന്നു. വേദിയിലിരിക്കുന്നവർക്ക് വ്യക്തമായി കാണാൻ സജ്ജീകരിച്ചിട്ടുള്ള കൂറ്റൻ LED സ്ക്രീനുകളും അത്യാധുനിക ലൈവ് ക്യാമറകളും മ്യൂസിക് സിസ്റ്റവും ഈ സംഗമത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരിക്കുന്നു.
സംഗമവേദിയിലെ ചടങ്ങുകൾ പുരോഗമിക്കവേ തൊട്ടടുത്തുള്ള അനിയൻ കമറുവിൻ്റെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കായി ഒരു മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കുള്ള വഴിയിൽ തന്നെയാണ് വിരളിപ്പുറത്തെ രുചിക്കൂട്ടുകൾ ഒരുങ്ങുന്ന ഭക്ഷണശാലയും. ഉച്ച ഭക്ഷണത്തിനായുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വിദഗ്ധരായ പാചക തൊഴിലാളികൾ കായ്കറികൾ അരിയുന്നതിലും വിഭവങ്ങൾ തയ്യാറാക്കുന്നതിലും മുഴുകിയിരിക്കുന്നു. ഒരു വശത്ത് മസാല പുരട്ടി വച്ചിരിക്കുന്ന മീനുകൾ. 500-ലധികം വരുന്ന അതിഥികൾക്കായി രുചികരമായ സദ്യയൊരുക്കാൻ വലിയൊരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണശാലയിലെ കാഴ്ചകൾ കണ്ട് ഞാൻ നേരെ എത്തിയത് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന ഭാഗത്തേക്കാണ്. ആരോഗ്യകാര്യത്തിൽ ഈ കുടുംബം നൽകുന്ന പ്രത്യേക കരുതൽ ശ്ലാഘനീയമാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി ധാരാളം കുടുംബാംഗങ്ങൾ ഇവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്യാമ്പ് നടക്കുന്ന വീടിനു ചുറ്റുമായി വിരളിപ്പുറത്തെ പ്രൗഢി വിളിച്ചോതുന്ന തെങ്ങിൻ തോപ്പുകൾ വ്യാപിച്ചു കിടക്കുന്നു. ആകാശമുയരത്തിൽ നിൽക്കുന്ന ഈ തെങ്ങുകൾ പോലെ ഈ കുടുംബത്തിൻ്റെ പെരുമയും പാരമ്പര്യവും തലമുറകളിലേക്ക് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. മെഡിക്കൽ ക്യാമ്പിലെ ആരോഗ്യ ചിന്തകൾക്ക് വിരാമമിട്ട് ഞാൻ വീണ്ടും സംഗമ വേദിയിലേക്ക് തിരിച്ചെത്തി. വിരളിപ്പുറം കുടുംബസംഗമത്തിൻ്റെ വേദിയിൽ അതിമനോഹരമായ ഒരു ഗാനവുമായി നിറഞ്ഞ സദസ്സിനെ കയ്യിലെടുത്തിരിക്കുകയാണ് സുന്ദരിയായ ഒരു യുവഗായിക. ഭാവി തലമുറയിലെ കലാപരമായ കഴിവുകൾക്ക് ഈ വേദി ഒരു പ്രചോദനമായി മാറുന്നു. ആസ്വാദനത്തിൻ്റെ ഒരു പുതിയ തലം തുറന്നുവെച്ച് സംഗീതത്തിൻ്റെ ലഹരിയിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. കലാപരിപാടികളാൽ മുഖരിതമായ ഈ അന്തരീക്ഷം സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ ഊഷ്മളത നൽകുന്നു. ഓരോ വർഷവും കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ അവതരിപ്പിക്കുന്ന ഇത്തരം കലാപരിപാടികൾ ഈ സംഗമത്തിൻ്റെ പ്രധാന ആകർഷങ്ങളിൽ ഒന്നാണ്. സന്തോഷഹാരം ചാത്തിടാമെന്നും സംഗമിച്ചിടാമൊന്നായി നാമെത്തി കുടുംബ ബന്ധത്തിൻ പവിത്രത പുൽകാൻ ഈ നാളിൽ കുടുംബ ബന്ധത്തിൻ പവിത്രത പുൽകാൻ ഈ നാളിൽ കുടുംബത്തിൻ ഐക്യം ഓതിരാം കൂട്ട്
വിശുദ്ധിയോടെ എന്നും ചേർന്നിടാം വിശുദ്ധിയോടെ എന്നും കുടുംബത്തിൻ ഐക്യം ഓതിടാം കൂട്ട് കൂടിയിടാം എന്നും കൂട്ട് കൂടിയിടാം അഹ്ലൻ വസഹ്ലൻ യാ ഉസ്സതി മർഹബൻ യാ ഉസ്സതി അഹ്ലൻ വസഹ്ലൻ യാ ഉസ്സതി മർഹബൻ യാ ഉസ്സതി മർഹബൻ യാ ഉസ്സതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബൈ. സംഗീത സാന്ദ്രമായ നിമിഷങ്ങൾക്ക് ശേഷം വേദിയിൽ ഇപ്പോൾ സംസാരിക്കുന്നത് വിരളിപ്പുറത്തെ അബ്ദു ഹാജിയുടെ ഇളയ മകൻ നവാസാണ്. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെയും വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളെയും കുറിച്ചാണ് അദ്ദേഹം സദസ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൻ്റെ ആഭ്യന്തരമായ പല പ്രധാന വിഷയങ്ങളും തീരുമാനങ്ങളും അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കുടുംബ സംഗമത്തിൻ്റെ ആ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ടും ചർച്ചകളിലെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ശബ്ദം ഇവിടെ മ്യൂട്ട് ചെയ്യുകയാണ്. എന്നാൽ സദസ്സിലിരിക്കുന്ന ഓരോ കുടുംബാംഗത്തെയും കൃത്യമായി സംബോധന ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ ഈ വാക്കുകൾ ഒത്തുചേരലിന് വലിയൊരു കരുത്താണ് പകരുന്നത്. കുടുംബത്തിലെ മുതിർന്നവരും യുവാക്കളും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുന്നു. ഓരോ അംഗത്തിൻ്റെയും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വില നൽകുന്ന വിരളിപ്പുറത്തെ ജനാധിപത്യപരമായ രീതി തന്നെയാണ് ഈ കുടുംബ സമിതിയുടെ 25 വർഷത്തെ വിജയരഹസ്യവും. നവാസിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ വിരളിപ്പുറത്തെ മറ്റൊരു പ്രിയ കുടുംബാംഗമായ ഹസൻ ഇപ്പോൾ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൻ്റെ ഒത്തൊരുമയെക്കുറിച്ചും സ്നേഹബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചും അദ്ദേഹം തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയാണ്. മുന്നേ സൂചിപ്പിച്ചതുപോലെ കുടുംബ സംഗമത്തിൻ്റെ ആഭ്യന്തരമായ ചർച്ചകളുടെയും സ്വകാര്യതയുടെയും ഭാഗമായി ഈ പ്രസംഗവും ഞാൻ മ്യൂട്ട് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിനെയും സദസ്സ് എത്രത്തോളം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് എനിക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. തലമുറകൾ തമ്മിലുള്ള ഈ ആശയവിനിമയമാണ് വിരളിപ്പുറത്തെ കുടുംബാംഗങ്ങളെ അർത്ഥവത്താക്കുന്നത്. മുതിർന്നവരുടെ അനുഭവങ്ങളും യുവാക്കളുടെ ഊർജവും ഒരേ വേദിയിൽ സംഗമിക്കുന്ന അപൂർവ നിമിഷങ്ങൾക്കാണ് ഇന്ന് മൂക്കുതല സാക്ഷ്യം വഹിക്കുന്നത്. പ്രധാന പ്രസംഗങ്ങൾക്ക് ശേഷം ഈ കുടുംബ സംഗമം കൂടുതൽ ഹൃദ്യമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുടുംബത്തിലെ ഓരോ അംഗത്തിനും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവസരമാണിവിടെ നൽകുന്നത്. വേദിയിലുള്ളവർ മാത്രമല്ല, സദസ്സിലിരിക്കുന്ന ആർക്കും മൈക്ക് കൈമാറുന്നു. മുതിർന്നവരും യുവാക്കളും സ്ത്രീകളുമെല്ലാം ഈ അവസരം ഒരുപോലെ വിനിയോഗിക്കുന്നു. പുരുഷന്മാർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെക്കുറിച്ചും വരും തലമുറയെക്കുറിച്ചും സ്ത്രീകൾക്ക് പറയാനുള്ളത് വളരെ മൂല്യവത്തായ നിർദ്ദേശങ്ങളാണ്. ഈ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ്. ഇവിടെ ആർക്കും മൈക്കിന് മുന്നിൽ വരാം, തങ്ങളുടെ ഉള്ളിലെ സ്നേഹവും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം. സ്വകാര്യതയേക്കാൾ ഉപരിയായി സ്നേഹത്തിൻ്റെ പരസ്യമായ വിളംബരമായി ഈ വാക്കുകൾ മാറുന്നതുകൊണ്ട് ഞാൻ ഇത് മ്യൂട്ട് ചെയ്യുന്നില്ല. ഓരോരുത്തരുടെയും വാക്കുകൾ വിരളിപ്പുറത്തെ ഈ ഒത്തുചേരലിനെ കൂടുതൽ ധന്യമാക്കുന്നു. എല്ലാവരും സീറ്റുകളിൽ ഇരുന്ന് സഹകരിക്കണം. വിരളിപ്പുറത്തെ കുടുംബസംഗമം 2002 സംഗമം വളരെ ഭംഗിയായിട്ട് നടന്നിരിക്കുന്നു. അതിൽ നമ്മളൊക്കെ വിറ്റ്നസ്സാണ്. കഴിയുന്നതും കുടുംബയോഗത്തിൽ പങ്കെടുക്കാറുണ്ട്. എന്തായാലും ഇതിൻ്റെ കമ്മിറ്റി സെക്രട്ടറി കമറുദ്ദീൻ തൽക്കാലം ഒഴിയാൻ പോകണമെന്ന് പറയുന്നു. എന്തായാലും അവരുടെ ഒരു സാന്നിധ്യം, അതിൻ്റെ നേതൃത്വം കൊണ്ടാണ് ഇതുവരെ ഇത് കാര്യമായിട്ട് നടന്നിരുന്നത്. ഇനിയും അത് ഭംഗിയായി വർഷങ്ങളിൽ നടക്കുവാൻ അതിനുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക, അതിന് സഹകരണം എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബൂബക്കർ. കോളമ്പിലാണ്. ഈ
വെള്ളപ്പുറത്ത് കുടുംബസംഭവത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ അതിൻ്റെ പ്രത്യേകം നമ്മൾ ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ ഇവരുടെ വാപ്പായിട്ടുള്ള അദ്വൈമായും മറ്റുള്ളവരുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നത്. പിന്നീടാണ് ഞാൻ ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു വിവാഹ ബന്ധത്തോടുകൂടി കുടുംബത്തിലേക്ക് കടന്നു വന്ന ആളാണ്. അന്ന് മുതൽ വളരെ അടുത്ത ബന്ധം പുലർത്തി വരികയാണ്. ഒരു കുടുംബസംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ സംഘാടനം, അതിൻ്റെ സാമ്പത്തിക സ്രോതസ് ഇതെല്ലാം കണ്ടെത്തുകയും അടിക്കടി ആ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ പരിസര പ്രദേശങ്ങളിലും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു കുടുംബസംഗമം നടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഏതായാലും ഈ കുടുംബസംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബസംഗമത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനും വേണ്ടി മൈക്കാക്കി പോവുകയാണ്. വേലപ്പെട്ട് കുടുംബസംഘത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. 25 വർഷം ആയി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. പിന്നെ ഇവിടെ 25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തലമുറ ചേഞ്ചിനുള്ള സമയമായി. അപ്പോൾ നമ്മളിപ്പോൾ വേദിയിൽ നമ്മളെ കാരണന്മാരുണ്ട്. അപ്പോൾ 40 വർഷമാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടം. അപ്പോൾ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ മാറും. അപ്പോൾ പുതിയ തലമുറ ഇത് ഏറ്റെടുക്കണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് ദീർഘനാള് ഇതേപോലെ തന്നെ തുടർന്നു പോട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളിത് ഈ 25ാം വാർഷികത്തിൽ നിൽക്കുന്ന നമ്മുടെ കുടുംബ സമിതിക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സാധിക്കുന്നത്. ഒത്തൊരുമിച്ചുള്ള എല്ലാവരുടെയും പ്രവർത്തനം ഇനിയും ഈ സമിതിക്ക് ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ തട്ടിയ പക്ഷേ പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബസമിതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഭാഗമാക്കാൻ ഈ 25 വർഷം സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ സന്തോഷം അറിയിക്കുകയാണ്. ഇനിയും എല്ലാവർക്കും ഇതുപോലെ സാധിക്കട്ടെ. നമുക്ക് ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ പ്രവർത്തനത്തിന് ഭാഗമായിട്ടുള്ളവരും അശ്രാന്ത പരിശ്രമം ചെയ്തു വരുന്നവരുമാണ്. അവർക്കെല്ലാവർക്കും ഇനിയും കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സമിതിയുടെ യശസ്സ് ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ ഉയർത്തിപ്പിടിക്കാനും സർവശക്തനായ അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമുഅലൈക്കും. ഈ കുടുംബസംഗമം 25ാം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് സിൽവർ ജൂബിലി ആഘോഷമാണ് നമ്മളുടെ. ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ നമ്മളെല്ലാവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷം തന്നെയാണിത്. അൽഹംദുലില്ലാ, പടച്ചവനോട് സ്തുതി പറയുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞിമ്മ സൂചിപ്പിച്ചതുപോലെ ഈ സംഗമത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കമർക്കാട്ട് സെക്രട്ടറി ഇതിന്റെ നെടുന്തൂണായിട്ട് ഇതിന്റെ പിന്നിൽ നിന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഒരുപാടൊപ്പം സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാത്തിലും പങ്കെടുക്കാൻ കഴിയാറില്ല. എങ്കിലും ഈ ഒരു 25ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതോടൊപ്പം ഇനിയും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയട്ടെ. ഒരുപാട് കാലം നമുക്ക് ഈ സംഗമം നടത്തി കൊണ്ടുപോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.
പേര് വിളിക്കുന്നവർ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെട്ടു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് 25ാം വർഷത്തിലെത്തി നിൽക്കുകയാണെങ്കിൽ ഇനി ഒരുപാട് നാൾ ഇത് നിലനിർത്തി തരുന്ന സംശക്ത നമുക്ക് കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കാനും പരസ്പരം ചേരാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുടുംബ സംഘം. അടുത്തതായി ഈ സംഗമത്തിന് മാറ്റുകൂട്ടാൻ മനോഹരമായ ശബ്ദമാധുര്യവുമായി വിരളിപ്പുറം കുടുംബത്തിലെ ഒരു യുവ പ്രതിഭ ഇതാ വേദിയിലേക്ക് വരുന്നു. സംഗീത സാന്ദ്രമായ ഈ വേദിയിൽ അടുത്തതായി ഒരു മനോഹര ഗാനം എത്തുകയാണ്. വിരളിപ്പുറം കുടുംബത്തിലെ ഒരു കൊച്ചു മിടുക്കിയാണ് ഈ ഗാനം ആലപിക്കുന്നത്. തൻ്റെ കൊച്ചു സ്വരം കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കാനെത്തുന്ന ഈ കുഞ്ഞു ഗായികയെ നമുക്ക് വലിയൊരു കയ്യടി കൊടുത്ത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
കൊടുക്കുന്നതുണ്ട് ശിരമിരിട്ടെ വളർത്തും നടപടി എതിർത്തും അതിമുഖിയെടുത്ത വികൃതമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പുതുമരം ചുമന്നിട്ട് പുറത്ത് കൂടിടലായി അണിപുതി പോയി കിടങ്ങുവതായി സുഹറ ബത്തൂൽ സാക്കിയറാറിയ ഷജറുകൾ തരമാൽ സലമിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷം പൊന്തൽ സത്രം മുന്തിര സുന്ദര ചന്ദ്ര ശോഭി സൂര ഹൃദ്യമായ ആ ഗാനത്തിന് ശേഷം ഈ സംഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. വിരളിപ്പുറം കുടുംബാംഗങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്ന വിരളിപ്പുറം ഫാമിലി ഡയറക്ടറിയുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ വലിയ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഡയറക്ടറി. നാം എവിടെയായിരുന്നാലും പരസ്പരം ബന്ധപ്പെടാൻ ഇത് ഏറെ സഹായകരമാകും. ഇനി കുടുംബത്തിൻ്റെ അഭിമാന നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഠിനാധ്വാനം കൊണ്ടും അർപ്പണ ബോധം കൊണ്ടും വിജയഗാഥകൾ രചിച്ച പ്രതിഭകളെ ആദരിക്കുന്ന സമയം. ആദ്യമായി വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച മിടുക്കന്മാരെ അഭിനന്ദിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടി വിരളിപ്പുറം കുടുംബത്തിൻ്റെ കീർത്തി ഉയർത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ഉപഹാരങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ വിവിധ തൊഴിൽ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഔദ്യോഗിക ജീവിതത്തിൽ വലിയ മികവ് പുലർത്തുകയും ചെയ്ത കുടുംബാംഗങ്ങളെയും ഈ വേദിയിൽ ആദരിക്കുകയാണ്. നിങ്ങളുടെ ഈ വിജയം വരും തലമുറകൾക്കും വലിയൊരു പ്രചോദനമാകട്ടെ.
വേദിയിൽ കാണാൻ പോകുന്ന ഈ നിമിഷം വിരളിപ്പുറം കുടുംബത്തിൻ്റെ ചരിത്രത്തിലെ സുവർണ നിമിഷമാണ്. കഴിഞ്ഞ 25 വർഷക്കാലം വിരളിപ്പുറം കുടുംബസമിതിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ട കമറുദ്ദീൻ സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹത്തോടുള്ള കുടുംബത്തിൻ്റെ ആദരവും സ്നേഹവും കൈമാറുകയാണ്. ബഹുമാന്യനായ ഡോക്ടർ പി അബ്ദുള്ളക്കുട്ടി കുടുംബത്തിനു വേണ്ടി ആ സ്നേഹോപഹാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. കാൽനൂറ്റാണ്ടിൻ്റെ ആത്മാർത്ഥമായ സേവനത്തിന്, കരുതലോടെയുള്ള ആ നേതൃത്വത്തിന് വിരളിപ്പുറം കുടുംബത്തിൻ്റെ വലിയൊരു നന്ദി സൂചകമാണ് ഈ ഉപഹാരം. വിരളിപ്പുറം കുടുംബത്തിൻ്റെ നട്ടെല്ലായി സെക്രട്ടറിയെ പോലെ തന്നെ 25 വർഷക്കാലം പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മൂസക്കുട്ടി സാഹിബ്. ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹത്തിന് ഇന്ന് ഈ വേദിയിൽ നേരിട്ട് എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തോടുള്ള കുടുംബത്തിൻ്റെ കടപ്പാടും സ്നേഹോദരവും അറിയിച്ചുകൊണ്ട് നൽകുന്ന ഈ ഉപഹാരം മൂസക്കുട്ടി സാഹിബിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ മൻസൂർ ഖാനും മറ്റൊരു മകൻ്റെ മകൻ ആദിലും ചേർന്ന് ഏറ്റുവാങ്ങുന്നു. വിരളിപ്പുറം കുടുംബം അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവും ആയുസ്സും നേരുന്നു. അടുത്തതായി പൊതുപ്രവർത്തന രംഗത്ത് കുടുംബത്തിന് അഭിമാനമായി മാറിയ ഒരു വ്യക്തിത്വത്തെ ആദരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വിരളിപ്പുറം അബ്ദു സാഹിബിൻ്റെ മകൾ സെറീന ഇസ്മായിലിന് കുടുംബത്തിൻ്റെ വകയായുള്ള ഒരു ഷാൾ അണിയിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നാടിൻ്റെയും നാട്ടുകാരുടെയും പുരോഗതിക്കായി മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വോട്ട് ചോദിക്കാൻ എല്ലാ വീടുകളും ചെല്ലുമ്പോ എന്നെ അറിയപ്പെടുന്നത് എന്താ വെള്ളപ്പുറത്തെ കുട്ടി എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. വോട്ട് തരുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും അവര് പറയാ എന്ത് വെള്ളപ്പുറത്ത് ഞങ്ങളുടെ വെള്ളപ്പുറത്തെ കുട്ടിക്കല്ലാതെ നിങ്ങൾ ആർക്കാ കൊടുക്കാന്ന് എനിക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. അധികമൊന്നുമില്ല. ഇനിയൊരു ലഞ്ച് ബ്രേക്ക്, ഭക്ഷണത്തിന് ശേഷം പരിപാടികൾ തുടരുന്നതാണ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചുക്കാന്റെ ഹോട്ടലില് വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നില് വെച്ചാലോ മാറും നമ്മടെ മോറ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. അമ്പലക്കുളങ്ങര എംബ്രാന്റെ കടയിലെ തുമ്പപ്പൂ പോലുള്ള ചോറ്, കൂട്ടാൻ എംബ്രാത്തി വെച്ച സാമ്പാറ്. അമ്പലക്കുളങ്ങര എംബ്രാന്റെ കടയിലെ തുമ്പപ്പൂ പോലുള്ള ചോറ്, കൂട്ടാൻ എംബ്രാത്തി വെച്ച സാമ്പാറ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ കോള്. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ കോള്. വായിൽ ആവിക്കപ്പല് മൂളി വരുന്നൊരു ജേല്.
കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് പായക്ക വാറുത്തതും ചോറ്. മട്ടര് കുട്ടി അരച്ചൊരു ചട്ടിണി കട്ടിപരുത്തൊരു ദോശ കൂട്ടി പണ്ടെനിക്ക് കൊണ്ട് തന്ന് പോറ്റി. അങ്ങനെ 12 ദോശ എന്നെ തീറ്റി. മട്ടര് കുട്ടി അരച്ചൊരു ചട്ടിണി കട്ടിപരുത്തൊരു ദോശ കൂട്ടി പണ്ടെനിക്ക് കൊണ്ട് തന്ന് പോറ്റി. അങ്ങനെ 12 ദോശ എന്നെ തീറ്റി. മജ 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 മജ. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് പായക്ക വാറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലിൽ വിരളിപ്പുറം കുടുംബ സംഗമത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അതിഥിയെ സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ പി സുനീർ ആണ് ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹമാണ് ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ മാഗസിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. ബന്ധങ്ങളുടെ ഊഷ്മളത ഇതിലെ ഓരോ വരികളിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വ്യക്തികളെയും കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും പുരോഗതി ഉയർത്തിക്കൊണ്ടുവരാനും ഏവർക്കും ഒരുമയുടെ വലിയ സന്ദേശം പകരാനും ഈ മാഗസിനും സമിതിയുടെ പ്രവർത്തനങ്ങൾക്കും സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് ഇത് ഇവിടെ സമർപ്പിക്കുന്നത്. വിരളിപ്പുറം കുടുംബത്തിൻ്റെ സ്നേഹവും ഐക്യവും വിളിച്ചോതുന്ന ഈ ഉപഹാരം ഇവിടെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. മാഗസിൻ പ്രകാശനത്തിന് ശേഷം കുടുംബാംഗങ്ങളെ ആവേശം കൊള്ളിക്കുന്ന അർത്ഥവത്തായ ഒരു പ്രസംഗവും നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ വേദിയിൽ നിന്നും യാത്രയായത്. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവർക്കും വലിയൊരു പ്രചോദനമായി. ഈ സംഗമത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിയ ബഹുമാനപ്പെട്ട MP ശ്രീ പി സുനീർ അവർക്ക് വിരളിപ്പുറം കുടുംബത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങളെ ഏറെ ധന്യമാക്കി. തുടർന്ന് ആദരണീയനായ മൗലവി അബ്ദുൽ മജീദ് അവர்களுടെ ഇസ്ലാമിക പ്രബോധനമായിരുന്നു. ഏറെ ഹൃദ്യവും വിജ്ഞാനപ്രദവുമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. I can hear
തുടർന്ന് വേദിയിൽ അരങ്ങേറിയത് മനോഹരമായ ഒരു ഒപ്പനയായിരുന്നു. എന്നാൽ ഈ ഒപ്പനയുടെ പാട്ടിന് കോപ്പിറൈറ്റ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വീഡിയോയിൽ ഈ ഓഡിയോ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. എങ്കിലും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ഈ കലാകാരികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരുടെ കഠിനാധ്വാനവും താളബോധവും ഈ പ്രകടനത്തെ ഏറെ ആകർഷമുള്ളതാക്കി. കലാപരിപാടികൾക്ക് ഇവിടെ ഒരു ചെറിയ വിരാമം മാത്രമാണ് കേട്ടോ. ആഘോഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എൻ്റെ സമയം തൽക്കാലം അവസാനിച്ചതുകൊണ്ട് ഞാൻ നേരെ വിട്ടത് ഇവരുടെ മനോഹരമായ പാടശേഖരവും പറമ്പും ഒന്ന് കാണാനാണ്. പക്ഷേ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച അതൊന്ന് വേറെ തന്നെയാണ്. രാത്രിയിലേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഭക്ഷണശാലയിൽ ചിക്കൻ കറി വെന്ത് പാകമായി വരുന്ന ആ ഗന്ധം ശരിക്കും നാവിൽ വെള്ളമൂറുന്ന രംഗം തന്നെയായിരുന്നു അത്. ആ ചിക്കൻ കറിയുടെ മണം പിടിച്ചു നിൽക്കാതെ പാടത്തെ തണുപ്പും ആസ്വദിച്ച് ഒന്ന് കറങ്ങി വരാം എന്ന് കരുതി ഞാൻ തിരിച്ചെത്തുന്നത് വരെ ഒരു ചെറിയ ഇടവേള. തിരികെ നടക്കുമ്പോഴും ആ ചിക്കൻ കറിയുടെ കൊതിയൂറുന്ന മണം ഇപ്പോഴും കൂടെയുണ്ട്. പക്ഷേ സമയം 6 മണിയായി. ഇനി ക്യാമറ ഓഫ് ചെയ്ത് മടങ്ങാനുള്ള സമയമാണ്. ഞാൻ ഇവിടെ എത്തിയത് ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറായിട്ടല്ല, മറിച്ച് ഈ വീട്ടിലെ 3 സഹോദരന്മാരുടെയും ഒരു ഉറ്റ സുഹൃത്തായിട്ടാണ്. ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച ആ പഴയകാലത്തെ സൗഹൃദമാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇവരുടെ കുടുംബത്തിലെ ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സ്നേഹപൂർവ്വം ഇവിടേക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയ കൂട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം ഈ ആഘോഷങ്ങൾക്കെല്ലാം എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഈ നിമിഷങ്ങൾ എനിക്ക് ക്യാമറയിലൂടെയല്ലാതെ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ആസ്വദിക്കണം. അപ്പോൾ എല്ലാവർക്കും